ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതകളെ കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അതായത് 2023 ഒക്ടോബർ 7-ാം തീയതി മുതൽ 2026 മാർച്ച് 30 1-ാം തീയതി വരെയുള്ള സമയം എടുത്തു നോക്കിയാൽ ഇസ്രായേൽ എന്ന രാജ്യം കൊന്നൊടുക്കിയത് 20,000-ത്തിലധികം ചെറിയ കുട്ടികളെയാണ്. 44,000-ത്തിലധികം കുട്ടികളെ അവര് പരിക്കേൽപ്പിച്ച് വികലാംഗരാക്കി മാറ്റിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും യുദ്ധം നടക്കുമ്പോൾ അബദ്ധത്തിൽ കുട്ടികൾ മരിച്ചതായിരിക്കും എന്ന്. എന്നാൽ UN റിപ്പോർട്ട് പറയുന്നത് കുട്ടികൾ വെറും യാദൃച്ഛികമായിട്ട് കൊല്ലപ്പെട്ടവരല്ല, മറിച്ച് അവരെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തതാണ് എന്നാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് അവരെ കുട്ടികളെ വേട്ടയാടുകയാണ്. ഇതിനായിട്ട് അവർ ഉപയോഗിച്ച ടെക്നോളജി എന്താണ് എന്ന് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇൻഫ്രാറെഡ് ക്യാമറകൾ ഘടിപ്പിച്ച ക്വാഡ് കോപ്റ്ററുകൾ, അതായത് ഒരു തരം ചെറിയ ഡ്രോൺ അവർ ഉപയോഗിച്ചു. ഈ ഡ്രോണുകളിലെ തെർമൽ ഇമേജിംഗ് വഴി താഴെ നിൽക്കുന്നത് ഒരു കുട്ടിയുടെ ശരീരമാണെന്ന് അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ കുട്ടികളെ തിരിച്ചറിഞ്ഞ ശേഷം പട്ടാളക്കാര് അവരെ ടാർഗറ്റ് ചെയ്തു. UN റിപ്പോർട്ട് പ്രകാരം അവർക്കിതൊരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെയായിരുന്നു. അവർ പല രീതിയിലാണ് ആക്രമണം നടത്തിയത്. വീടുകൾക്കും ആശുപത്രികൾക്കും അനാഥാലയങ്ങൾക്കും സ്കൂളുകൾക്കും മുകളിൽ അവർ ബോംബിട്ടു. ഹെലികോപ്റ്ററുകളിൽ ഇരുന്ന് സ്നൈപ്പർ തോക്കുകൾ ഉപയോഗിച്ചിട്ട് അവർ കുട്ടികളെ വെട്ടിവെച്ച് വീഴ്ത്തി. അതുപോലെ തന്നെ ഡ്രോണുകളും ക്വാഡ്കോപ്റ്ററുകളും ഉപയോഗിച്ചിട്ട് അവർ കുട്ടികളെ ടാർഗറ്റ് ചെയ്തു. മാക്സിമം ഡാമേജ് ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികളുടെ തലയിലും കഴുത്തിലും നോക്കിയാണ് അവരെ വെടിവെച്ചത് എന്ന് ജനീവയിൽ വെച്ച് ഈ കുട്ടികളെ ചികിത്സിച്ച 3 ഡോക്ടർമാരെ കമ്മീഷന് മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്വാഡ്കോപ്റ്റർ ഡ്രോൺ വന്ന് തലക്ക് വെടിവെച്ചതിനെ തുടർന്ന് മുലപ്പാല് കുടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞിനെ ജീവിതകാലം മുഴുവൻ തളർവാദം പിടിപെട്ട് കിടപ്പിലായി. കുട്ടികളെ കൊല്ലുക മാത്രമല്ല അവര് ചെയ്തത്, വളരെ വലിയ തോതിലുള്ള ടോർച്ചർ, അതായത് ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ അവര് കുട്ടികൾക്ക് നേരെ നടത്തി. ലിംഗ അടിസ്ഥാനത്തിലുള്ള വലിയ അക്രമങ്ങൾ നടന്നു. കുട്ടികളുടെ മനുഷ്യത്വം എന്ന് പറയുന്ന അടിസ്ഥാന കാര്യത്തെ അവരെ ഇല്ലാതാക്കി. ചെറിയ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അവര് വെറുതെ വിട്ടില്ല. 2023 ഒക്ടോബർ 7-ന് ശേഷം നടന്ന ഒരു സംഭവത്തിൽ ഇസ്രായേൽ ആർമി ഫലസ്തീനിലെ ഒരു ചെറിയ ആൺകുട്ടിയുടെ തുണി മുഴുവൻ അഴിച്ചു മാറ്റി അവനെ അപമാനിച്ചു. അവനെ കളിയാക്കുകയും അതിന്റെ വീഡിയോ എടുക്കുകയും ചെയ്തു. UN കമ്മിറ്റി ഇത്തരം ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിലെ ഒരു വനിതാ പട്ടാളക്കാരി 2 ആൺകുട്ടികളെ പിടിച്ച് അവരുടെ തുണി അഴിപ്പിച്ചു. അതിനുശേഷം മറ്റു തടവുകാരുടെ മുന്നിൽ വെച്ച് ഡാൻസ് കളിക്കാൻ അവരോട് പറഞ്ഞു. ആ സമയം ഈ വനിതാ പട്ടാളക്കാരി ചിരിച്ചുകൊണ്ട് ഇതിന്റെയൊക്കെ വീഡിയോ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ആൺകുട്ടികളുടെ കൂടെ തന്നെ പെൺകുട്ടികളുടെ അവസ്ഥയും ഇതിലും മോശമായിരുന്നു. കൗമാര പ്രായത്തിലുള്ള ഒരു ചെറിയ പെൺകുട്ടിയുടെ കഥ കമ്മീഷൻ ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവളെ അറസ്റ്റ് ചെയ്യാൻ വന്ന ദിവസം അവളുടെ ഇടത് കാലിൽ അവര് വെടിവെച്ചു. അതിനുശേഷം അവളെ ഒരു മുറിയിൽ കൊണ്ടുപോയി. അവിടെ വെച്ച് ഒരു വനിതാ പട്ടാളക്കാരി അവളുടെ ഹിജാബ് വലിച്ചു കീറി മാറ്റി. ആ മുറിയിൽ ഒരുപാട് പുരുഷ പട്ടാളക്കാരുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ച് ഈ കുട്ടിയുടെ യൂണിഫോമും പാന്റും ഷൂസും എല്ലാം അഴിച്ചു മാറ്റി. വെറും അണ്ടർവെയറും ഒരു ടീഷർട്ടും മാത്രമിട്ട് അവൾ അവിടെ നിർത്തി. ആ വനിതാ പട്ടാളക്കാരി കുട്ടിയുടെ ഷർട്ടും അഴിച്ചു മാറ്റി ഒരുപാട് ഫോട്ടോ എടുത്തു. ആ കുട്ടി പേടിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ ഒരു പുരുഷ പട്ടാളക്കാരൻ അവളെ അടിക്കുകയും തലക്ക് ഭയങ്കരമായിട്ട് ഇടിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ആംബുലൻസ് വന്നപ്പോൾ പുരുഷ പട്ടാളക്കാരെ അവളെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് സർജറി ചെയ്തു. സർജറി കഴിഞ്ഞ് തിരികെ ആംബുലൻസിൽ കൊണ്ടുവന്നപ്പോൾ അവൾക്ക് ഇടാൻ തുണിയൊന്നും നൽകിയില്ല. വെറും ഒരു ബെഡ്ഷീറ്റ് മാത്രം ചുറ്റിയാണ് അവളെ കൊണ്ടുവന്നത്. ആ സമയത്തും ഒരു പുരുഷ പട്ടാളക്കാരൻ അവളുടെ ഒരുപാട് ഫോട്ടോകൾ എടുത്തു. ജയിലിൽ എത്തിയ ശേഷം അവൾക്ക് ഒരു യൂണിഫോം നൽകി. അടുത്ത ദിവസം അവളുടെ കൈകൾ ഒരു കസേരയിൽ കെട്ടിയിട്ട് ഒരു ഓഫീസർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഗാസയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. ഹമാസിന്റെ പെൺകുട്ടികളുടെ കൂടെ നിൽക്കാനാണോ അതോ വേശ്യകളുടെ കൂടെ നിൽക്കാനാണോ നിനക്ക് ഇഷ്ടമെന്ന് ചോദിച്ച് അവളെ മാനസികമായിട്ട് തളർത്തി. ഇതൊന്നും പോരാതെ അവര് കുട്ടികൾക്ക് ആഹാരവും മരുന്നും കിട്ടാനുള്ള എല്ലാ വഴികളും അടച്ചുപൂട്ടി. ഭക്ഷണം ഇല്ലാതെ ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെട്ടു. 2025 ഒക്ടോബർ 1-ാം തീയതി വരെയുള്ള കണക്ക് പ്രകാരം 151 കുട്ടികളാണ് പോഷകാഹാര കുറവ് കാരണം, അതായത് ഭക്ഷണം കിട്ടാതെ വിശന്നു മരിച്ചത്. ഗാസയിലെ ആശുപത്രികളിൽ മരുന്നുകൾ ഇല്ലാത്തത് കാരണം പരിക്കേറ്റ 1000-ത്തിലധികം കുട്ടികളുടെ ശരീരഭാഗങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. ജീവൻ രക്ഷിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. ചില കുട്ടികളുടെ ഒരു കൈ മുറിച്ചു മാറ്റി, ചിലരുടെ ഒരു കാല് മുറിച്ചു, മറ്റു ചില കുട്ടികളുടെ 2 കൈയും 2 കാലും മുറിച്ച് മാറ്റേണ്ടി വന്നു. ഇതൊക്കെ ചെയ്തത് ഇസ്രായേലാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന സ്കൂളുകളും കോളേജുകളും എല്ലാം അവർ ബോംബിട്ട് തകർത്തു. ഗാസയിലെ 97% സ്കൂളുകളും അവർ നശിപ്പിച്ചു.
95% യൂണിവേഴ്സിറ്റികളെയും ഈ ആക്രമണം ബാധിച്ചു. അവിടെ ഉണ്ടായിരുന്ന 38 യൂണിവേഴ്സിറ്റികളിൽ 22 പൂർണ്ണമായിട്ടും തകർന്ന് തരിപ്പണമായി. എന്തിനാണ് കുട്ടികളെ ഇങ്ങനെ കൊല്ലുന്നത്? വെറുതെ അല്ല. UN കമ്മീഷൻ കണ്ടെത്തൽ പ്രകാരം ഒരു രാജ്യത്തിന്റെ ഡെമോഗ്രാഫിക് അവസ്ഥ, അതായത് പലസ്തീൻ ജനതയുടെ വരും തലമുറയെയും അവരുടെ രാഷ്ട്രീയ ഭാവിയും തകർക്കുക എന്നതാണ് ഇതിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത്. ഫലസ്തീൻ ജനതയുടെ സ്വന്തം ഭാവി തീരുമാനിക്കാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാനാണ് അവർ ഈ ക്രൂരത കാണിക്കുന്നത്. ഇതൊക്കെ പുറത്തു കൊണ്ടുവന്നത് ഐക്യരാഷ്ട്രസഭ, അതായത് UN തയ്യാറാക്കിയ ഒരു വലിയ റിപ്പോർട്ടാണ്. ഈ ക്രൂരതകൾ മനുഷ്യത്വത്തിന് എതിരെയുള്ള വലിയ കുറ്റകൃത്യം ആണ് എന്ന് റിപ്പോർട്ട് പറയുന്നു. 100 പേജുകളുള്ള ഈ റിപ്പോർട്ട് ജൂൺ 23 ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചത്. കുട്ടികളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കുന്ന ലോക നേതാക്കൾ ഈ UN റിപ്പോർട്ട് വന്നിട്ടും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നാളെ ഒരു ബാലദിന പരിപാടിയിലോ അല്ലെങ്കിൽ ഒരു ചർച്ചയിലോ ഗാസയിലെ കുട്ടികളെ കുറിച്ച് നമ്മുടെ കുട്ടികൾ പ്രധാനമന്ത്രി മോദിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം എന്ത് മറുപടി നൽകും? ഈ അന്വേഷണം നടത്തിയത് UN നിയോഗിച്ച 3 അംഗങ്ങളുള്ള ഒരു സ്വതന്ത്ര കമ്മീഷനാണ്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കമ്മീഷന്റെ തലവൻ ഒരു ഇന്ത്യക്കാരനാണ്, നമ്മുടെ മുൻ ജസ്റ്റിസ് എസ് മുരളീധർ. അദ്ദേഹത്തിന്റെ കൂടെ സാംബിയിൽ നിന്നുള്ള ഫ്ലോറൻസ് മുംബൈ, ഓസ്ട്രേലിയയിൽ നിന്നുള്ള ക്രിസ് സിദ്ധോത്തി എന്നിവരും ഉണ്ടായിരുന്നു. ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊല അന്വേഷിക്കാൻ UN അദ്ദേഹത്തെയാണ് കമ്മീഷൻ തലവനായിട്ട് തെരഞ്ഞെടുത്തത്. സുപ്രീം കോടതിയിൽ എത്തേണ്ടിയിരുന്ന, അതുപോലെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറാക്കാൻ പ്രതിപക്ഷ നേതാവ് പേര് നിർദ്ദേശിച്ചിട്ടും ആ പോസ്റ്റ് ലഭിക്കാതെ പോയ വ്യക്തിയാണ് അദ്ദേഹം. 2020 ഡൽഹി കലാപ സമയത്ത് BJP നേതാക്കളുടെ പ്രകോപനപരമായിട്ടുള്ള സംസാരത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്നും മാറ്റിയത്. ഇന്ത്യ അദ്ദേഹത്തെ മാറ്റി നിർത്തിയെങ്കിലും ലോകം ഈ കഴിവുള്ള ജഡ്ജിയുടെ യോഗ്യത തിരിച്ചറിഞ്ഞു. ഇന്ത്യക്ക് ഇതൊരു വലിയ കാര്യമാണ്. എന്നാൽ ഇന്ത്യ ഈ ജഡ്ജിയെ അഭിനന്ദിക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഈ റിപ്പോർട്ടിലുള്ള മറ്റൊരു ഹൃദയഭേദകമായിട്ടുള്ള കഥയാണ് 5 വയസ്സുകാരിയായിട്ടുള്ള ഹിന്ദ് റജബിന്റെ കഥ. ഹിന്ദ് റജബ് തന്റെ കുടുംബത്തിന്റെ കൂടെ ഒരു കാറിൽ ഗാസയിൽ നിന്നും ദൂരേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇസ്രായേൽ ആർമി അവരുടെ കാറിന് നേരെ വെടിവെച്ചത്. വെറും 5 വയസ്സുള്ള ആ കുട്ടി ഇരുന്ന കാറിലേക്ക് അവരെ വെടിവെച്ചത് 335 റൗണ്ടാണ്. ആ കാറിലുണ്ടായിരുന്ന കുടുംബത്തിലെ 6 പേരും മരിച്ചുപോയി. സ്വന്തം ബന്ധുക്കളുടെ ശവശരീരങ്ങൾക്കിടയിൽ ആ ചെറിയ കുട്ടി കുടുങ്ങിക്കിടന്നു. അവളെ രക്ഷിക്കാൻ വേണ്ടി 2 പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഒരു ആംബുലൻസിൽ അവിടെ എത്തി. എന്നാൽ ഇസ്രായേൽ ആർമി അവരെയും വെടിവെച്ചു കൊന്നു. ആ കുട്ടി മരിച്ചു. ആ ദിവസം അവിടെ തങ്ങളുടെ പട്ടാളക്കാർ ഉണ്ടായിരുന്നില്ല എന്ന് ഇസ്രായേൽ കള്ളം പറഞ്ഞെങ്കിലും ജസ്റ്റിസ് മുരളീധറിന്റെ റിപ്പോർട്ട് അത് പൊളിച്ച് കയ്യിൽ കൊടുത്തു. അവരവിടെ ഉണ്ടായിരുന്നു എന്ന് തെളിവ് സഹിതം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഹിന്ദ് റജബിനെ കുറിച്ച് കൗദർ ബെൻ ഹാനിയ എന്ന സംവിധായിക ഒരു സിനിമ എടുത്തിരുന്നു. ഗോവയിലും ബാംഗ്ലൂരിലും നടന്ന അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലുകളിൽ ഈ സിനിമ കാണിക്കാൻ ആദ്യം ഇന്ത്യൻ സർക്കാർ അനുമതി നൽകിയില്ല. ഇസ്രായേലിന്റെ വികാരം മരണപ്പെടും എന്ന് കരുതി മാസങ്ങളോളം ഈ സിനിമ അവർ തടഞ്ഞു വെച്ചു. പിന്നീട് ജനങ്ങളുടെ വലിയ പ്രഷർ വന്നപ്പോൾ മാത്രമാണ് ഇതിന് അനുമതി ലഭിച്ചത്. ഇന്ത്യയിലെ പൗരന്മാർ ലോക പൗരന്മാർ കൂടിയാണ്. അവർക്ക് ഈ കഥകൾ അറിയാൻ അവകാശമുണ്ടെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി വാദിച്ചു. ഇവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. പണ്ട് മുതൽക്കേ ലോക സമാധാനത്തിനും ദേശീയ പരമാധികാരത്തിനും വേണ്ടി നിലകൊണ്ട രാജ്യമാണ് ഇന്ത്യ. കോളനിവാസം അവസാനിച്ചതിന് ശേഷം ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ ഒരു വലിയ ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഇസ്രായേലുമായിട്ട് വലിയ സ്ട്രാറ്റജിക് ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ലോകം മുഴുവൻ അവരെ തള്ളി പറയുമ്പോൾ നമ്മൾ നമ്മുടെ സ്ട്രാറ്റജിക് താല്പര്യങ്ങളും ധാർമ്മികതയും ഒക്കെ കളഞ്ഞു കുളിച്ച് അവരുടെ കൂടെ നിൽക്കുന്നു. ഇതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവും ലഭിച്ചിട്ടില്ല. നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിലുള്ള സൗഹൃദം മാത്രമാണ് ഇതിൽ നിന്നും ആകെ ഉണ്ടായത്. 2026 ഫെബ്രുവരി 25 പ്രധാനമന്ത്രി മോദി ഇസ്രായേലിൽ പോയി ഈ സൗഹൃദം പ്രകടിപ്പിച്ചു. തൊട്ടു പിന്നാലെ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചു. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തിയ യുദ്ധത്തിന്റെ സമയത്താണ് മിനാബിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെ ഈ ആക്രമണം നടന്നത്. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നത് പല റിപ്പോർട്ടുകളിലും അന്വേഷണ വിഷയമാണ്. ഈ അക്രമത്തിൽ 160-ലധികം പെൺകുട്ടികളാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇതിൽ പ്രതിഷേധിച്ച് ഇറാൻ പ്രതിനിധികൾ ഇസ്ലാമാബാദിലേക്ക് പോയ വിമാനത്തിന് മിനാബ് എന്ന് പേരിട്ടു. ആ വിമാനത്തിലെ സീറ്റുകളിൽ മിനാബിൽ മരിച്ചുപോയ പെൺകുട്ടികളുടെ ബാഗുകൾ വെച്ചുകൊണ്ടാണ് അവരെ യാത്ര ചെയ്തത്. ഗാസയിൽ മരിച്ച കുട്ടികളുടെ ഒരു മുഖമായിട്ട് മിനാബ് മാറി. UN ഏജൻസികളും മനുഷ്യാവകാശ സംഘടനകളും പല വിമർശകരും ഈ ക്രൂരതയ്ക്കെതിരെ ശബ്ദിക്കുമ്പോൾ ഇന്ത്യയിലെ മോദി സർക്കാർ മാത്രം പൂർണ്ണമായിട്ടും മൗനം പാലിക്കുകയാണ്. ഈ മൗനം ഒട്ടും ശരിയല്ല എന്ന് സോണിയാഗാന്ധി തന്റെ ലേഖനങ്ങളിൽ ചൂണ്ടിക്കാണിച്ചു. ഐക്യരാഷ്ട്രസഭ അമേരിക്കയുടെ പ്രഷർ കാരണം ഇസ്രായേലിനെതിരെ വലിയ നടപടികൾ എടുക്കുന്നില്ല എങ്കിലും
ഏജൻസികൾ ഈ വിവരങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അവർ വാദിച്ചു. ഇസ്രായേൽ ഈ 100 പേജ് റിപ്പോർട്ടിനെ 18 പേജുകളുള്ള ഒരു മറുപടി നൽകിയിട്ടുണ്ട്. ഇതൊരു കോൺഫറൻസ് റൂം പേപ്പറാണ് എന്നും റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മീഷൻ സ്വതന്ത്രമല്ല എന്നും അവർ പറയുന്നു. തങ്ങൾക്കെതിരെയുള്ള പക്ഷാപാതപരമായിട്ടുള്ള റിപ്പോർട്ടാണ് എന്നും പ്രക്രിയ സുതാര്യമല്ല എന്നും അവർ ആരോപിച്ചു. ഹമാസ് ചെയ്ത അക്രമങ്ങൾ ഇതിൽ പറയുന്നില്ല എന്നും മുൻകൂട്ടി തീരുമാനിച്ച ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് ഇതെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. യുദ്ധം നടക്കുമ്പോൾ കുട്ടികൾക്കടക്കം പരിക്ക് പറ്റുന്നത് ഒരു സായുധ പോരാട്ടത്തിന്റെ നിർഭാഗ്യകരമായിട്ടുള്ള ഫലം മാത്രമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ജസ്റ്റിസ് മുരളീധർ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകി. ഞങ്ങൾ ഈ റിപ്പോർട്ടിന്റെ ഡ്രാഫ്റ്റ് ഇസ്രായേലുമായിട്ട് പങ്കുവച്ചിരുന്നു എന്നും അവർക്ക് എന്തെങ്കിലും പുതിയ തെളിവുകൾ തരാനുണ്ടെങ്കിൽ അത് ഇതിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾ തയ്യാറായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അവർക്ക് ഉത്തരം ഉണ്ടെങ്കിൽ അത് നൽകണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഈ വിഷയത്തിൽ വലിയ ചർച്ചകളൊന്നും നടക്കുന്നില്ല. വെറും ജസ്റ്റിസ് മുരളീധർ ഇതിന്റെ തലവനാണ് എന്ന് മാത്രം ചിലർക്കറിയാം, അല്ലെങ്കിൽ അവർ പറയുന്നു. നാം ഇന്ന് സ്വന്തം രാജ്യത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളും പ്രതികരിക്കാൻ മടിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. പരീക്ഷകളിലെ കള്ളത്തരങ്ങൾ, രാമക്ഷേത്രത്തിലെ മോഷണങ്ങൾ, എഥനോൾ പ്രശ്നങ്ങൾ, പല തീപിടുത്തങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടികളില്ലാത്ത അവസ്ഥകൾ, ഇതൊക്കെ കണ്ടിട്ടും നമ്മൾ പ്രതികരിക്കുന്നില്ല. പരീക്ഷയിൽ തട്ടിപ്പ് നടക്കുമ്പോഴും നമ്മൾ മിണ്ടാതിരിക്കുന്നു. സ്വന്തം നാട്ടിലെ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ പേടിയുള്ള ഒരു സമൂഹം എങ്ങനെയാണ് ദൂരെ ഗാസയിൽ ടാർഗറ്റ് ചെയ്ത് കൊല്ലപ്പെട്ട 20,000 കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുക? ഇതൊരിക്കലും നടക്കില്ല. ഈ മൗനം തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ചെകുത്താനായിട്ടുള്ള നെതന്യാഹു മുതലെടുക്കുന്നത്. ഇന്ത്യയിൽ ഇസ്രായേലിന് വലിയ സപ്പോർട്ടാണുള്ളത് എന്നും ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല പേര് തങ്ങൾക്കുള്ളത് ഇന്ത്യയിലാണ് എന്നും അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറയുന്നു. ആ ഇന്ത്യക്കാരിൽ നമ്മളും പെടുന്നുണ്ട്. പക്ഷേ ഈ സപ്പോർട്ട് കൊടുക്കുന്ന ആളുകൾക്ക് ഇസ്രായേൽ എന്താണെന്ന് ശരിക്കും അറിയാമോ? അവരെന്താണ് ചെയ്തത് എന്നറിയാമോ? പണ്ടൊക്കെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഒരു മാതൃകയായിരുന്നു. ജസ്റ്റിസ് മുരളീധരന്റെ ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ഓരോ പൗരനും വായിക്കേണ്ടതാണ്. ഭാവിയിൽ ലോകത്ത് സർക്കാരുകൾ തങ്ങളുടെ ജനതയോട് എത്രത്തോളം ക്രൂരമായി പെരുമാറും എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ റിപ്പോർട്ട്. തീവ്രവാദത്തെ നേരിടാൻ എന്ന പേരിലാണ് ഇസ്രായേൽ ഇതൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഈ ചെറിയ കുട്ടികൾക്ക് തീവ്രവാദമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? കുട്ടികളോട് ലൈംഗിക അതിക്രമങ്ങൾ നടത്തി അവരെ കൊന്നൊടുക്കി. ഫലസ്തീനിൽ ജനിച്ചു എന്നത് മാത്രമാണ് ആ കുട്ടികൾ ചെയ്ത തെറ്റ്. മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ഓരോ ആളുകളും ഇതിനെതിരെ സംസാരിക്കണം. ഇത് നമ്മളെല്ലാവരും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.